ചടങ്ങിൽ ഇറങ്ങിപ്പോകുന്നു, അത് ഭരണഘടനാ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭരണഘടനാ പ്രതിസന്ധി. മന്ത്രിമാരെന്തിനാ പോകുന്നത് വിളിച്ചിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി വരുന്നത്? അത് നാടകത്തിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഇന്നലെയും മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പിൽ വിശ്വസിച്ച് നിൽക്കുകയായിരുന്നതാണ്. ഇന്നലെ അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഈ അനുഭവം ഉണ്ടായി. മുഖ്യമന്ത്രി എഴുതണം രാഷ്ട്രപതിക്ക്. എന്താ മടി കാണിക്കുന്നത്? ഇത്ര ഗൗരവതരമായ സംഭവം ഉണ്ടാകുമ്പോൾ കേരള മുഖ്യമന്ത്രി ആ പദവി ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതണം, പ്രധാനമന്ത്രി അറിയിക്കണം. ഇത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതിനൊന്നും ആരും തെറ്റു പറയില്ല. പക്ഷേ കേരള രാജ്ഭവനെ ഇതിനുള്ള കേന്ദ്രമാക്കി മാറ്റുക, എല്ലാ ദിവസവും ഓരോ പരിപാടി, ആ പരിപാടിയിലൂടെ ഇത്തരം വിവാദങ്ങൾ വീണ്ടും വീണ്ടും കത്തിക്കുക, ഗവർണർ പദവിയെ വിവാദത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോഴത്തെ ഗവർണർ ചെയ്യുന്നത്. അത് ശരിയായ കാര്യമല്ല. ഇത് ഭാരതാംബയുടെ വിഷയമല്ല. ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പദവി ഗവർണർ തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് MV ഗോവിന്ദൻ RSSും CPMും തമ്മിലുള്ള ഒരു അന്തർധാര വ്യക്തമാക്കിയത്. അതുമുതൽ ഒരു കല്ലുകടിച്ചിലായി മാറി വീണ്ടും ആ ചർച്ച. അങ്ങനെ വീണ്ടും രാജ്ഭവനിലേക്ക് ഈ വിഷയം മാറുകയാണ്. നമുക്കറിയാം, പരിസ്ഥിതി ദിനത്തിന് ഒരു ഭാരതാംബ വിവാദം ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴതാ വീണ്ടും ഭാരതാംബ വലിയ ചർച്ചയായി. നമ്മൾ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കേട്ടു, പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങളും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഇതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഒന്നുണ്ട്. മന്ത്രിമാർ എത്തുന്നു, പരിപാടി നടക്കുന്നു, അതിനെ വിമർശിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, പോരുന്നു. ഇതാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. അതായത് 2 തവണയും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. V ശിവൻകുട്ടി ചെല്ലുമ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് ഉണ്ടാവില്ല, അതായത് ഭാരതാംബയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് V ശിവൻകുട്ടി പോയതെന്നൊക്കെ നമ്മൾ മുൻപും പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് പിണറായിയും ഗവർണറും ചേർന്നുകൊണ്ടാണെന്നുള്ള വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് CPMും RSSും തമ്മിലുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് എന്നൊരു പക്ഷം, ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഗവർണർ RSS ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ രാഷ്ട്രപതി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രപതി ഇടപെടണം. അതായത് ജൂൺ 5-ന്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജൂൺ 5-നും അത് സംഭവിച്ചു, അതായത് ഇന്നലെയും സംഭവിച്ചു. സർക്കാർ പരിപാടികളിൽ RSS ചിഹ്നങ്ങൾ ഉപയോഗിച്ച് രാജേന്ദ്ര ആർലേക്കർ ഭരണഘടനാ ലംഘനം ആണ് നടത്തുന്നത് എന്ന് വ്യക്തമാണ്. ഗവർണർ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും മറ്റും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു പക്ഷവും നമ്മൾ ആലോചിക്കണം. അതായത് ഗവർണർ ഒരു ഭരണഘടന അംഗീകരിച്ച ഒരു സ്ഥാനമാണ്. ഗവർണർക്ക് അതിൻ്റെതായ ചുമതലകളുണ്ട്. ഇപ്പൊ നിലവിൽ പ്രതിപക്ഷ നേതാക്കളും മന്ത്രിമാരും CPIM നേതാക്കളും എല്ലാം ഇതിന് എതിരായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കൊടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. നാം മുമ്പ് പറഞ്ഞ പോലെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്നുള്ളത് പ്രതിപക്ഷത്തിൽ ഒരു പക്ഷം ആരോപിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതായത് KC വേണുഗോപാൽ ഇതൊരു സ്ക്രിപ്റ്റ് ആണെന്നും ഇവർക്ക് അറിയാമെന്നും, എന്തുകൊണ്ട് രാഷ്ട്രപതി ഇടപെടുന്നില്ല, എന്തുകൊണ്ട് കത്തുകൾ അയക്കാൻ പിണറായി മടിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് KC വേണുഗോപാൽ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഭാരതമാതാവിനെയൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും ഭാരത് മാതാവിനെ ബഹുമാനിക്കുന്നവരാണ്. ഇതല്ല, RSSന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാനല്ല കേരള ഗവർണറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുൻപ് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷെ ഗവർണറായി കഴിഞ്ഞാൽ RSS ആയിട്ട് സ്വയം സേവകനായിട്ട് പ്രവർത്തിക്കുകയല്ല അദ്ദേഹം വേണ്ടത്. അത് അഭിമാനത്തോടെ പറയുകയാണ് BJPയുടെ ചില നേതാക്കന്മാരെല്ലാം. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളില്ലല്ലോ. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വേറെ വേറെ, പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവാണ്. അത് അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണെന്നുള്ള സംശയമില്ല. ഇവിടെ സത്യത്തിൽ രാഷ്ട്രപതി ഇടപെടേണ്ടതാണ് ഇക്കാര്യത്തിൽ.
ഇത്തരം കാര്യങ്ങളിൽ ഒരു രാജ്ഭവനെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെതിരായിട്ട് രാഷ്ട്രപതി ഇടപെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം.